ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആറാമത്തെ തോൽവിയാണ് ഇന്നലെ വഴങ്ങിയിട്ടുള്ളത്. ചിരവൈരികളായ ബംഗളൂരു FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ബംഗളൂരുവിന് വേണ്ടി അവരുടെ സൂപ്പർ താരമായ സുനിൽ ഛേത്രി ഹാട്രിക് നേടുകയായിരുന്നു. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജീസസ് ജിമിനസ്, ഫ്രെഡി എന്നിവരാണ് മത്സരത്തിലെ ഗോളുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലെ മോശം പ്രകടനം തുടരുകയാണ്. 11 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 11 പോയിന്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സീസണിൽ ഒരുപാട് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം തന്നെ ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം വിയർക്കേണ്ടി വന്നേക്കും. മത്സരശേഷം ഈ തോൽവിയെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിഖേൽ സ്റ്റാറെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതായത്, ഈ തോൽവിയിൽ താൻ നിരാശനാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മത്സരത്തിൽ എവിടെയൊക്കെയാണ് പിഴവുകൾ പറ്റിയത് എന്നും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, സുനിൽ ഛേത്രിയുടെ ഒരു മികവിനെ അദ്ദേഹം എടുത്ത് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റാറയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അവസരങ്ങൾ മുതലെടുക്കുന്ന കാര്യത്തിൽ ഞങ്ങളെക്കാൾ മികച്ചത് ബംഗളൂരു FC തന്നെയായിരുന്നു. അത് ഒരുപാട് മികച്ചതായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ അവരുടെ ആദ്യത്തെ ഗോളൊക്കെ കിടിലൻ ഗോളായിരുന്നു. മത്സരത്തിൽ സുനിൽ ഛേത്രി കാണിച്ച ആ ഒരു മികവ് അത് വളരെ വലുതായിരുന്നു. ആദ്യ പകുതിയിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, മധ്യത്തിൽ ഞങ്ങൾക്ക് ഡുവലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഗോളുകൾ വഴങ്ങിയതോടുകൂടി ഞങ്ങളുടെ താളം തെറ്റുകയായിരുന്നു. ഈ തോൽവിയിൽ ഞാൻ വളരെയധികം നിരാശനാണ്. 2 ഈസി ഗോളുകൾ ഞങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും തുടർ തോൽവികളിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വലിയ നിരാശരാണ്. പരിശീലകനായ മിഖേൽ സ്റ്റാറയെ പുറത്താക്കണമെന്ന് പല ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സ്റ്റാറയെ പുറത്താക്കിയത് കൊണ്ട് പ്രശ്നങ്ങൾ തീരില്ലെന്നും പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിനാണ് ഉള്ളത് എന്നും അഭിപ്രായപ്പെടുന്ന ആരാധകർ ഏറെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.